Welcome to BSc Complementary Physics, Semester 4, Class 10. BC's theory of superconductivity and Cooper pair. When we study the BC's theory of superconductivity, we can see Cooper pair. The superconductivity is explained using Cooper pair according to BC's theory. What is BC's theory? BCS means Bardeen, Cooper and Schrieffer. BCS എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഇതാണ്. മൂന്ന് പേരുടെ പേരാണ്, മൂന്ന് സയൻറ്റിസ്റ്റ്, ബാർഡിൻ, കൂപ്പർ ആൻഡ് ഷ്രീഫർ. The theory of superconductivity was developed in 1957 by John Bardeen, Leon N. Cooper and J.R. Schrieffer. They were Schrieffer spelling SCH. You in the previous spelling, one C is missing, you have to correct it. Schrieffer, Schrieffer, that is spelling. SCH. Bardeen, Cooper and Schrieffer, Schrieffer. Bardeen, Cooper and Schrieffer. The theory of superconductivity was developed in 1957 by John Bardeen, Leon N. Cooper and J.R. Schrieffer, Schrieffer. They were awarded the Nobel Prize for their work in 1972. അപ്പോൾ 57 കണ്ടുപിടിച്ചതാണെങ്കിലും അതിൻ്റെ നോബൽ സമ്മാനം, നോബൽ പ്രൈസ് കൊടുക്കുന്നത് 1972 BC's theory has the major feature of BC's theory has the major feature of pairing of electrons. Pairing of electrons. Pairing of electrons. And there we see what is called Cooper pair. We can see what is Cooper pair. ഇപ്പോൾ കൂപ്പർ പെയറിൻ്റെ രണ്ട് പടമായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ കൂപ്പർ പെയർ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇത് രണ്ട് ഇലക്ട്രോണിൻ്റെ പെയറാണ് കൂപ്പർ പെയർ എന്ന് പറയുന്നത്. കൂപ്പർ പെയർ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ മെറ്റീരിയൽസ് സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്. ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ താഴെ ചെന്ന് കഴിഞ്ഞാൽ ചില വസ്തുക്കൾ സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ സൂപ്പർ കണ്ടക്ടർ ആകുന്നതിൻ്റെ കാരണം അവിടെ രണ്ട് ഇലക്ട്രോൺസിൻ്റെ ഒരു കോമ്പിനേഷൻ, അതിന് കൂപ്പർ പെയർ എന്ന് പറയും. ഇതിന് ഈ കൂപ്പർ പെയർ ലാറ്റിസ് പോയിന്റിൽ കൂടി, ക്രിസ്റ്റൽ ലാറ്റിസിൽ കൂടി ഈസി ആയിട്ട് യാതൊരു റെസിസ്റ്റൻസും ഇല്ലാതെ കടന്നു പോകാനുള്ള കഴിവുണ്ട്. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് റെസിസ്റ്റിവിറ്റി ഇല്ലാതാകുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കി പടം നോക്കി, ഒന്നാമത്തെ പടം അവിടെ നമ്മളെ 1 എന്ന് മാറിയത് കണ്ടോ, ഒരു ലൈൻ്റെ സർക്കിളുണ്ട് 1, അതൊരു ഇലക്ട്രോണാണ്. അത് ഒരു സൈഡിലേക്ക് പോകുന്ന വെലോസിറ്റിയാണ് V1 കാണിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് മാറി 2 എന്ന് പറയുന്ന ഇലക്ട്രോൺ ഉണ്ട്, ഇങ്ങോട്ട് മാറി 2, അതൊരു ഇലക്ട്രോണാണ്. അത് അതിൻ്റെ സമീപത്തുകൂടി മറ്റൊരു ദിശയിൽ പോകുന്ന ഒരു ഇലക്ട്രോണാണ്, വെലോസിറ്റി V2. ഈ ഇലക്ട്രോൺ 1നെ സറൗണ്ട് ചെയ്ത് ഒരു 4 പോസിറ്റീവ് അയോൺസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. 4 അല്ല, എത്ര വേണമെങ്കിലും വരാം പോസിറ്റീവ് അയോൺസ്. അതായത് ഒരു ബിയർ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് സമീപത്തുള്ള പോസിറ്റീവ് അയോൺസ് അതിനെ അട്രാക്ട് ചെയ്യുക. ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്, അത് തനിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിന് സമീപത്തുള്ള പോസിറ്റീവ് അയോൺസ് ഇതിനെ അട്രാക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഈ പോസിറ്റീവ് അയോൺസ് വന്ന് ഈ ഇലക്ട്രോൺ സറൗണ്ട് ചെയ്യുമ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ പോസിറ്റീവ് അയോൺസിനെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് മാത്രമേ അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അന്നേരമാണ് ഒരു ഇലക്ട്രോൺ നേരെ അതിന് സമീപത്തൂടെ പോകുന്നത്. ആ ഇലക്ട്രോണിൻ്റെ കാഴ്ചപ്പാടിൽ സമീപത്തുള്ളത് ഇലക്ട്രോൺ അല്ല, മറിച്ച് ഇലക്ട്രോണെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോസിറ്റീവ് അയോൺസാണ്. അപ്പോൾ അതിന് ഏറ്റവും പോസിറ്റീവ് ചാർജായിട്ട് തോന്നും. സമീപത്തുകൂടി പോകുന്ന ഇലക്ട്രോണിന് മറ്റേ ഇലക്ട്രോണെ നോക്കുമ്പോൾ കാണുന്നത് അതിന് ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന പോസിറ്റീവ് അയോൺസിനാണ്, പോസിറ്റീവ് ചാർജിനാണ്. അതുകൊണ്ട് ഇത് കയറി അതിനോട് അട്രാക്ട് ചെയ്യും. ആ പോസിറ്റീവ് ചാർജിനെ കയറി ഈ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും.
അപ്പോൾ ശരിക്കും അട്രാക്ട് ചെയ്യുന്നത് അകത്തുള്ള ഇലക്ട്രോണിനെയാണ് ആയിട്ട് വരുന്നതിൽ. അപ്പോൾ ഇലക്ട്രോൺ അട്രാക്ഷനായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇലക്ട്രോൺ ബൗണ്ട് സ്റ്റേറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് കൂപ്പർ പെയർ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ബൗണ്ട് സ്റ്റേറ്റിനെ വിളിക്കുന്ന പേര് കൂപ്പർ പെയർ. കൂപ്പർ പെയർ റെപ്രസെൻ്റ് ചെയ്യുന്ന പടമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. 2 ഇലക്ട്രോൺ കാണിച്ചിട്ടുണ്ട്, പിന്നെ ചില ബോണ്ട് പോലെ കാണിച്ചിട്ടുണ്ട്, ഇടയ്ക്കൊരു ഫോഴ്സ്. അതാണ് കൂപ്പർ പെയർ. അപ്പോൾ അതിനെ ഈ ടെക്നിക്കൽ ലാംഗ്വേജിൽ പറയുന്നത് ഫോനോൺ എന്നാണ്. അപ്പോൾ ഇലക്ട്രോണും ഏതെങ്കിലും കാരണത്താൽ അട്രാക്ട് ചെയ്താൽ അവിടെ അത് ഫോനോൺ ഉണ്ടായെന്ന് പറയും. ഈ ഫോനോൺ ആണ് ഒരു കൂപ്പർ പെയർ. അത് ഈസി ആയിട്ട് ഈ മെറ്റൽ ക്രിസ്റ്റൽ ലാറ്റിസിലൂടെ ചലിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അതാണ് പടത്തെക്കുറിച്ച് പറയാറുള്ളത്. ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത്. നോർമലി 2 ഇലക്ട്രോൺസ് റിപ്പൽ ഈച്ച് അതർ ബിക്കോസ് ഓഫ് കൂളംബ് ഇൻട്രാക്ഷൻ. അതായത് 2 ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യാൻ നമുക്കറിയാം, കാരണം ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജാണ്. 2 ഇലക്ട്രോൺസ് സമീപത്ത് ഇരിക്കുകയാണ്, തീർച്ചയായിട്ടും റിപ്പൽ ചെയ്യും. Suppose that for some reason the 2 electrons attract each other. ചില കാരണങ്ങളാൽ 2 ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. കൂപ്പർ ഷോഡ് ദാറ്റ് the 2 electrons then would form a bound state called Cooper pair. അപ്പോൾ ചില കാരണങ്ങളാൽ 2 ഇലക്ട്രോൺ അട്രാക്ട് ചെയ്താൽ അതിനെ ബൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. അത്തരം ബൗണ്ട് സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് കൂപ്പർ പെയർ. അപ്പോൾ ഇനി കൂപ്പർ പെയർ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അറ്റ് T<TC വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ താഴെയാണെങ്കിൽ നമുക്കറിയാമല്ലോ സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത് ടെമ്പറേച്ചർ TCക്ക് താഴെയാണെങ്കിൽ മാത്രമാണ്. അറ്റ് ടെമ്പറേച്ചർ T<TC the Cooper pairs of electrons will have the peculiar property of smoothly sailing over the lattice point without any energy exchange. That is, Cooper pairs are not scattered by the lattice points. Hence, no transfer of energy takes place from the Cooper pair to the lattice ions. Thus, BCS theory. അതായത് ഈ T<TC ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണ് വസ്തു സൂപ്പർ കണ്ടക്ടർ. അങ്ങനെ സൂപ്പർ കണ്ടക്ടർ സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ കൂപ്പർ പെയേഴ്സ് ഫോം ചെയ്താൽ, ഏതെങ്കിലും കാരണത്താൽ കൂപ്പർ പെയേഴ്സ് ഫോം ചെയ്താൽ അതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പെക്യുലർ പ്രോപ്പർട്ടി ഉണ്ട്. എന്താണത്? സ്മൂത്ത്ലി സെയിലിംഗ് ഓവർ ദി ലാറ്റിസ് പോയിന്റ് വിത്തൗട്ട് ഡിസിപ്പേറ്റിംഗ് എനർജി. ലാറ്റിസ് പോയിന്റിലൂടെ എനർജി നഷ്ടമില്ലാതെ കടന്നു പോകാനുള്ള കഴിവ്. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇല്ല. കൂപ്പർ പെയേഴ്സ് ആർ നോട്ട് സ്കാറ്റേർഡ് ബൈ ദി ലാറ്റിസ് പോയിന്റ്സ്. ഈ ലാറ്റിസ് പോയിന്റ് ഇലക്ട്രോണിക് സ്കാറ്റർ ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സ്കാറ്ററിങ് വരുന്നില്ല. Hence, no transfer of energy takes place from the Cooper pair to the lattice ions. Thus, BCS theory explains zero resistivity of a superconductor. The formation of Cooper pair can be explained by the above diagram. ആ മുകളിൽ കാണുന്ന ഡയഗ്രം വെച്ച് നമുക്ക് കൂപ്പർ പെയർ എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ദാറ്റ് 2 ഇലക്ട്രോൺ 1 and 2, നമ്മൾ ആ 1 and 2 എടുത്ത് ആ ഒന്നാമത്തെ പടത്തിൽ കാണിച്ചിട്ടുള്ള ഇലക്ട്രോൺസിനെ 2 ഇലക്ട്രോൺസ് 1 and 2 പാസ് ഈച്ച് അതർ സമീപത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. ബിക്കോസ് ഇലക്ട്രോൺ 1 ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇറ്റ് അട്രാക്ട് പോസിറ്റീവ് അയോൺസ് ടുവേഴ്സ് ഇറ്റ്. ഇലക്ട്രോൺ 1, ആ പടം നോക്കിക്കോളും കേട്ടോ, ഇലക്ട്രോൺ 1 നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് സമീപത്തുള്ള പോസിറ്റീവ് അയോൺസിനെ അത് അട്രാക്ട് ചെയ്യും. Thus, electron 2 does not see. ആ സി ഒരു കൊട്ടേഷനകത്താണ്. ഈ പോസിറ്റീവ് അയോൺ വന്ന് ഇലക്ട്രോൺ 1 പൊതിയുമ്പോൾ ഇലക്ട്രോൺ 1 സംഭവിക്കും. Thus, electron 2 does not see the electron 1. അപ്പോൾ ഇലക്ട്രോൺ 1നെ പോസിറ്റീവ് അയോൺസ് പൊതിയാണ് വന്ന് ഉടനെ സമീപത്തുകൂടി പോകുന്ന ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 1നെ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഇരിപ്പുണ്ട്. ആ ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോൺ 2 കാണുന്നില്ല.
ഇലക്ട്രോൺ 1 ഈസ് സ്ക്രീൻഡ് ബൈ അയോൺസ്. ഇലക്ട്രോൺ 1നെ പോസിറ്റീവ് അയോൺസ് സ്ക്രീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദിസ് സ്ക്രീനിങ്, ഇങ്ങനെ മറച്ചു വെക്കുക എന്നുള്ളത്. ദിസ് സ്ക്രീനിങ് മേ ഗ്രേറ്റ്ലി reduce. This screening may greatly reduce the effects. That is, may greatly reduce the effective charge. Effective charge of the electron. Effective charge electron effective charge കുറച്ച് കളയും. In fact, the ions may over-respond. Positive ions over-respond ചെയ്യും. അത് പോസിറ്റീവായിട്ട് മാറും. Over-respond and produce a net positive charge. അവിടെ മൊത്തം പോസിറ്റീവായിട്ട് അനുഭവപ്പെടും. If this happens, then electron 2 will be attracted towards electron 1. Electron 2, electron 1 attractive. This leads to the net attractive interaction as required for the formation of Cooper pair. In technical language, നമ്മളൊരു സാങ്കേതികമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ, in technical language one says that, ഈ അട്രാക്ഷനെ നമ്മളൊരു സാങ്കേതികമായ രീതിയിൽ പറയുമ്പോൾ ഇങ്ങനെ പറയാം. This attraction of each electron is surrounded by a phonon cloud. അപ്പം അത് നമ്മൾ ഒരു സാങ്കേതിക ഭാഷയിൽ പറയുകയാണെങ്കിൽ പറയും, നോക്കിയേ. In technical language, one says that each electron is surrounded by a phonon cloud. അപ്പം അതിനെ ഫോനോൺ ക്ലൗഡ് കൊണ്ട് സറൗണ്ട് ചെയ്തെന്നാണ് പറയുന്നത്. ഫോനോൺ ക്ലൗഡ്, ഫോനോൺ, യു നോട്ട് ദ സ്പെല്ലിംഗ്, ഫോനോൺ. ഇലക്ട്രോൺ അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഇവിടെ ഫോനോൺ എന്ന്. By a phonon cloud, and that the two electrons, വായിക്കണം നോക്കിയാൽ, the two electrons establish an attractive interaction by exchanging phonon. The energy of phonon is given by E is equal to h cut omega. നമ്മൾ h എന്ന് പറയത്തില്ലേ, h തന്നെയാണ് h cut omega എന്ന് പറഞ്ഞത്. ഫോനോണിൻ്റെ എനർജി h cut omega എന്ന് പറയും. ഈ ഫോട്ടോൺ എനർജി പോലെ തന്നെയാണ്. h ഘട്ടത്തിൻ്റെ h/2π, ഒമേഗ 2π ന്യൂ. ഇപ്പോൾ 2π ക്യാൻസൽ ചെയ്താൽ നമുക്ക് h ന്യൂ എന്ന് കിട്ടും. എങ്കിലും ഈ ഫോനോണിൻ്റെ എനർജി നമ്മൾ സാധാരണ എഴുതുന്നത് h ഘട്ട ഒമേഗ എന്നാണ് എഴുതുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു തിയറിയാണ്, ചുരുക്കി പറയാത്തതേ ഉള്ളൂ. എന്താണ് BCS തിയറി? കൂപ്പർ പെയർ വെച്ചിട്ട് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് ഇലക്ട്രോണും ചില കാരണങ്ങൾ അട്രാക്ട് ചെയ്ത് കൂപ്പർ പെയർ ഫോം ചെയ്താൽ അത് ക്രിസ്റ്റലിനകത്തുകൂടി, വസ്തുക്കളിനകത്തുകൂടി ഈസി ആയിട്ട് കടന്നു പോകും, ലാറ്റിസ് ഇൻട്രാക്ഷൻ ഇല്ലാതെ. അങ്ങനെ റെസിസ്റ്റിവിറ്റി ഇല്ലാതാകും, സൂപ്പർ കണ്ടക്ടറായിട്ട് മാറും. അതാണ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇവിടെ ഈ കൂപ്പർ പെയർ പ്രത്യേക ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം നമുക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദി BCS തിയറി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അങ്ങനെ ചോദിക്കാം. 2 മാർക്കിൻ്റെ ചോദ്യം. ഓർ വാട്ട് ആർ കൂപ്പർ പെയർ, അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യം. ഇപ്പോൾ കൂപ്പർ പെയർ ചോദിക്കുമ്പോൾ പടം വരച്ചിരിക്കണം. നെക്സ്റ്റ്, ജോസഫ്സൺ എഫക്റ്റ്. അതായത് നമ്മുടെ സിലബസിൽ പ്രത്യേക വാക്ക് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ പാർട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർ കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി കൂടിയാണ്, അതുകൊണ്ട് പ്രത്യേകം പഠിച്ചുകൊള്ളാം. ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് സൂപ്പർ കണ്ടക്ടർ. ജോസഫ്സൺ എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സിലബസിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഹെഡിങ് ആയിട്ട് മെയ്സൺ എഫക്റ്റ് പോലെ പറഞ്ഞിട്ടില്ല എങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തുകൊള്ളാം. ഈ ജോസഫ്സൺ ജംഗ്ഷനാണ് ഈ പടത്തെ വരച്ചിരിക്കുന്നത്. നോക്കിയോ, 2 സൂപ്പർ കണ്ടക്ടറാണ് ആ SS മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ഇൻസുലേറ്റർ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഒരു ഇൻസുലേറ്റർ, മൈക്ക പോലെ അല്ലെങ്കിൽ റബ്ബർ പോലെയുള്ളൊരു വസ്തു വെച്ചിരിക്കുകയാണ്. ഇൻസുലേറ്റർ, ചെറിയ ലെയർ മൈക്ക, അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, എന്താണ് ജോസഫ്സൺ? അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ജോസഫ്സൺ
ജംഗ്ഷൻ എന്ന് പറയും, ജോസഫ്സൺ ജംഗ്ഷൻ. രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിന് ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ ലെയർ വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജോസഫ്സൺ ജംഗ്ഷൻ. സോ യു ലുക്ക് ഇൻ 1962 ബ്രയാൻ ജോസഫ്സൺ, BRIAN, Brian Josephson predicted that Cooper pairs could tunnel through a thin insulating layer between two superconductors. രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിന് ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ ലെയർ വെച്ചാൽ, ഇൻസുലേറ്റർ നമുക്കറിയാം നോൺ കണ്ടക്ടറാണ്, പക്ഷേ രണ്ട് സൂപ്പർ കണ്ടക്ടറിനിടയ്ക്ക് ഒരു ഇൻസുലേറ്റർ ലെയർ വെച്ചാൽ അതിനകത്ത് കൂടി കൂപ്പർ പെയർ കടന്നു പോകും. അതാണ് പോയിന്റ്. കൂപ്പർ പെയർ കണ്ടക്ട് ചെയ്യുന്നു, സൂപ്പർ ഇൻസുലേറ്ററിനകത്തുകൂടി കടന്നു പോകും. ആ ഇൻസുലേറ്റർ ഇരിക്കുന്നത് രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിന് ഇടയ്ക്കാണെങ്കിൽ ദ ഇൻസുലേറ്റിംഗ് ലെയർ ഈസ് കോൾഡ് ജോസഫ്സൺ ജംഗ്ഷൻ. ആ ഇൻസുലേറ്റിംഗ് ലെയറിനെ വിളിക്കുന്ന പേരാണ് ജോസഫ്സൺ ജംഗ്ഷൻ. അപ്പോൾ ജോസഫ്സൺ എഫക്റ്റാണ് കാണിച്ചിരിക്കുന്നത്. ആ രണ്ട് സെമി കണ്ടക്ടറിന് ഇടയ്ക്ക് രണ്ട് സൂപ്പർ കണ്ടക്ടറിന് ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ഇൻസുലേറ്ററിനെ വിളിക്കുന്ന പേരാണ് ജോസഫ്സൺ ജംഗ്ഷൻ. സെമി കണ്ടക്ടർ എന്നില്ല കേട്ടോ, സൂപ്പർ കണ്ടക്ടർ. ഇനി ജോസഫ്സൺ, അപ്പോൾ ഇതിനെ ജോസഫ്സണ് നോബൽ സമ്മാനം ഷെയർ ചെയ്തു 1975. ജോസഫ്സൺ ഷെയർഡ് ദി 1975 Nobel Prize for this. Josephson effect is classified into two, namely DC Josephson effect and AC Josephson effect. ഇപ്പം ജോസഫ്സൺ എഫക്റ്റ് രണ്ടായിട്ട് തരംതിരിക്കും. ഒന്നാമത്തത് DC ജോസഫ്സൺ എഫക്റ്റ്, രണ്ടാമത്തെ AC ജോസഫ്സൺ എഫക്റ്റ്. എന്താണ് DC ജോസഫ്സൺ എഫക്റ്റ് നമുക്ക് പറയാം. Even when the PD is applied across the junction, even when no PD, that you note carefully, even when no PD, ഒരു പൊട്ടൻഷ്യൽ കൊടുത്തില്ലെങ്കിൽ, no PD is applied across the junction, a DC current passes through the junction. The current is given by IF is equal to IM sin phi. അതായത് നമ്മൾ ഈ ജോസഫ്സൺ ജംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിന് ഇടയ്ക്ക് നമ്മൾ ഇൻസുലേറ്റർ വെച്ച് ജോസഫ്സൺ ജംഗ്ഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ബാറ്ററി കൊടുത്തില്ലെങ്കിലും ഒരു DC കറണ്ട് അതിനകത്തൊരു ഒഴുകും. ഒരു ബാറ്ററി ഒരു PD അപ്ലൈ ചെയ്തെങ്കിൽ പോലും ഈ ജംഗ്ഷനകത്തൊരു കറണ്ട് ഒഴുകും. ആ കറണ്ട് കാണുന്ന ഒരു ഇക്വേഷനാണ് IF is equal to IM sin phi. IF എന്ന് പറഞ്ഞാൽ ആ ഫിലിം ജംഗ്ഷൻ കറണ്ടാണ്. IF is equal to IM sin phi എന്ന് പറയും. എന്താണ് അതിന് സിമ്പിൾ എന്ന് പറയുന്നുണ്ട്. വേർ IM is the maximum junction current and phi is the phase difference between the wave functions of Cooper pairs on either side of the junction. ഇപ്പോൾ കൂപ്പർ പെയർ എന്ന് പറഞ്ഞാൽ വേവ് ആണ്, അതൊരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. ആ വേവ് ഫംഗ്ഷൻസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഫൈ. ജംഗ്ഷനകത്തുള്ള കറണ്ടാണ് IF. ഇനിയാണ് നമ്മൾ AC ജോസഫ്സൺ എഫക്റ്റ് പറയുന്നത്. AC ജോസഫ്സൺ ഇഫക്റ്റ്, it is if a DC voltage is applied across a junction, RF current oscillations are set up in it. This is called AC ജോസഫ്സൺ എഫക്റ്റ്. ഇനി നമ്മൾ ഈ ജോസഫ്സൺ ജംഗ്ഷൻ ഫോം ചെയ്തിട്ട് ഒരു DC കറണ്ട് ഒരു ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് RF ഓസിലേഷൻ ഉണ്ടാകും, AC കറണ്ട് ഉണ്ടാകും. അതിനാണ് AC ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ DC ജോസഫ്സണിൻ്റെ എഫക്റ്റും AC ജോസഫ്സൺ എഫക്റ്റും നമ്മൾ വ്യത്യാസം നോക്കിയേ. DC ജോസഫ്സൺ എഫക്റ്റിൽ നമ്മൾ ബാറ്ററി ഒന്നും കൊടുക്കേണ്ട, ഒരു DC കറണ്ട് അതിനകത്ത് ഉണ്ടാകും. അത് IF is equal to IM sin phi എന്ന് പറയും. AC ജോസഫ്സൺ എഫക്റ്റ് പറയുന്നത് അറിയാവോ? നമ്മൾ ഈ ജംഗ്ഷനിൽ ഒരു DC കറണ്ട് കൊടുത്താൽ, DC വോൾട്ടേജ് കൊടുത്താൽ അതിനകത്തൊരു AC കറണ്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു RF ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് AC ജോസഫ്സൺ എഫക്റ്റ്. അപ്പം അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്.
ദ ഫ്രീക്വൻസി ഓഫ് കറണ്ട് ഓസിലേഷൻസ്, എ സിയുടെ ഓസിലേഷനാണ്. ദ ഫ്രീക്വൻസി ഓഫ് ആർ എഫ് കറണ്ട് ഓസിലേഷൻസ് ഈസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു 2VE/H, 2 ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു ഇലക്ട്രോണിക് ചാർജ് ബൈ എച്ച്. അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. 2VE/H, where V is the DC voltage, E is the electronic charge, and H is the Planck's constant. For example, a DC voltage of 1 microvolt produces a frequency of 483.6 megahertz in a Josephson junction. അതായത് ഒരു DC വോൾട്ടേജ് നമ്മൾ 1 മൈക്രോവോൾട്ട് കൊടുക്കണം, വളരെ ചെറിയ വോൾട്ടേജ് മതി. അത് കൊടുത്താൽ ഒരു AC ഫ്രീക്വൻസി 483.6 മെഗാഹെർട്സ് ജോസഫ്സൺ ജംഗ്ഷൻ ഉണ്ടാക്കും. ഇതൊരു പ്രോബ്ലത്തിൻ്റെ പാർട്ടാണ്, ഒരു പരീക്ഷ ചോദിച്ചതാണ്. അതായത് വോൾട്ടേജ് 1 മൈക്രോ വോൾട്ട് തരും, ചാർജ് ഇലക്ട്രോണിക് ചാർജ് തരും, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തരും, എന്നിട്ട് ഈ AC ഫ്രീക്വൻസി കാണാനൊരു പ്രോബ്ലം. അതിൽ ഉത്തരമാണ് എഴുതിയിരിക്കുന്നത് 483.6 മെഗാഹെർട്സ്. മെഗാഹെർട്സ് മീൻസ് 10⁻⁶. അത് ഞാനൊരു പ്രോബ്ലമായിട്ട് ഉടനെ ചെയ്യുന്നുണ്ട്. ഈ ഐഡിയ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ജോസഫ്സൺ എഫക്റ്റ്, അല്ലെങ്കിൽ ചോദിക്കാം എക്സ്പ്ലെയിൻ DC ജോസഫ്സൺ എഫക്റ്റ് ഓർ എക്സ്പ്ലെയിൻ AC ജോസഫ്സൺ എഫക്റ്റ്. ഇനി ഒരു സാധനമുള്ളത് സ്ക്യുഡ് എന്ന് പറയും. സ്ക്യുഡ് ഈ ജോസഫ്സൺ ജംഗ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ. ജോസഫ്സൺ ജംഗ്ഷൻ്റെ ആപ്ലിക്കേഷനാണ് സ്ക്യുഡ് ഡിവൈസ്. അത് വായിക്കുന്ന നോക്കൂ. സ്ക്യുഡ്, SQUID, സൂപ്പർ കണക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ് എന്നുള്ളതാണ് അതിന് ഫുൾ ഫോമേ. സൂപ്പർ കണക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ്. ഇപ്പോൾ നമ്മൾ ആ ലെറ്റേഴ്സ് കൂട്ടി നോക്കുക. അപ്പോൾ SQID എന്ന് കിട്ടും. സൂപ്പർ കണക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ്. പിന്നെ യു ചേർത്തിരിക്കുന്നത് ആ വാക്കിന് ഭംഗി കിട്ടാൻ വേണ്ടിയാണ്. സ്ക്യുഡ് SQID മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഈ ക്യൂ കഴിഞ്ഞാൽ ഒരു യു വരുന്ന രീതിയുണ്ട്. അതുകൊണ്ട് ഒരു സ്ക്യുഡ് എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമുണ്ട്. അതിനുവേണ്ടിയാണ് ആ യു അവിടെ വന്നിരിക്കുന്നത്. സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ്. അത് ജോസഫ്സൺ ജംഗ്ഷനാണ്. നിങ്ങൾ നോക്കി ആ പടം കാണിച്ചിട്ടില്ലേ? ഇൻസുലേറ്റേഴ്സ്, 2 സൂപ്പർ കണ്ടക്ടർ, മുകളിൽ വര വേണം കേട്ടോ. ആ പച്ച മഷി കാണുന്ന സ്ഥലത്ത് ഒരു വര കംപ്ലീറ്റ് ചെയ്ത് താഴത്തെ പോലെ ഒരു വര ഇട്ടേക്കണം. നമ്മൾ നേരത്തെ ജോസഫ്സൺ ജംഗ്ഷൻ വരച്ച പോലെ വരയ്ക്കണം. ആ വര അവിടെ ഇല്ല. ആ വര ഒന്ന് ഇട്ടോളണേ. ഈ താഴത്ത് കാണുന്ന പോലെ ഒരു വര മുകളിൽ ഇടണം. അപ്പോൾ ഈ സ്ക്യുഡ്സ് എന്ന് പറഞ്ഞാൽ ജോസഫ്സൺ ജംഗ്ഷനാണ്. അത് നമ്മൾ പിന്നെ ഈ ബ്രെയിൻ കറണ്ടൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ തലച്ചോറിൽ കറണ്ട് ഉണ്ടല്ലോ, അത് അളക്കാൻ വേണ്ടി. നോക്കി, സ്ക്യുഡ്സ് ആർ ജോസഫ്സൺ ജംഗ്ഷൻ ഇസ് യൂസ്ഡ് ഇൻ സെൻസിറ്റീവ് മാഗ്നറ്റോമീറ്റേഴ്സ്. ദേ ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് വെരി വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബയോളജിക്കൽ കറണ്ട്സ് സച്ച് ആസ് ദോസ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിലൊക്കെ ഒരു ചെറിയ കറണ്ടുണ്ട് എല്ലായ്പ്പോഴും. ഇപ്പോൾ മനുഷ്യന് പിന്നെ ഉറങ്ങുകയാണെങ്കിൽ പോലും തലച്ചോറ് ഉടനാണല്ലോ ഇരിക്കുന്നത്. അതിനകത്തൊരു കറണ്ടുണ്ട്, ബ്രെയിൻ കറണ്ട്, വളരെ ചെറിയ കറണ്ടാണ്. ആ കറണ്ടൊക്കെ വേണ്ടി സ്ക്വിഡ് ഉപയോഗിക്കും. അപ്പോൾ നോക്കിയാൽ ഈ സ്ക്വിഡ് എന്ന് പറഞ്ഞാൽ ജോസഫ്സൺ ജംഗ്ഷനാണ്. അത് ബയോളജിക്കൽ കറണ്ട് പോലെയുള്ള ഈ അതിസൂക്ഷ്മമായ കറണ്ട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാമിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. Scuds are Josephson junctions used in sensitive magnetometers. They are used to detect a very weak magnetic field produced by biological currents such as those in the brain. നമ്മുടെ ബ്രെയിനകത്തൊരു കറണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. കറണ്ടുണ്ട്. അപ്പോൾ ഈ ഉറങ്ങുന്നവരും കേട്ടോ, അത് ഈ ബയോളജിക്കൽ കറണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഉറങ്ങുന്നവരും ഈ ഡെഡായിട്ടുള്ളവരും തമ്മിൽ വ്യത്യാസം എന്താ? ഇപ്പോൾ ഉറങ്ങുന്നവരെ കണ്ടു കഴിഞ്ഞാൽ, ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഡെഡായിട്ട് കിടക്കുന്ന പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ആ ഉറങ്ങുന്നവരൊരു ബ്രെയിൻ കറണ്ട്, തലച്ചോറ് ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്, ഒരു ബ്രെയിൻ കറണ്ട് ഉണ്ട്. ഡെഡായി കഴിഞ്ഞാൽ ആ ബ്രെയിൻ കറണ്ട് ഇല്ല. അപ്പോൾ ഈ ബ്രെയിൻ കറണ്ടാണ് പിന്നെ ഈ ജീവിക്കുന്ന ആളിൻ്റെ ഒരു പ്രത്യേകത. അയാൾ ഉറങ്ങുമ്പോഴും ഇത്തരം കറണ്ട് അളക്കാനായിട്ട് വളരെ ഫീബിൾ കറണ്ടാണ്. അതിന് സ്ക്വിഡ് ഉപയോഗിക്കും. ഇലക്ട്രോ എൻസെഫലോഗ്രാം പോലെയുള്ള ഡിവൈസുകളിൽ അല്ലെങ്കിൽ മാഗ്നറ്റോമീറ്റേഴ്സിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ്
as small as 10 raised to minus 21 Tesla can be detected by scouts. അതായത് ഈ ബ്രെയിൻ കറന്റ് ഉണ്ടാക്കുന്ന വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. 10 raised to minus 21 ടെസ്ല, ടി മീൻസ് ടെസ്ല. അതുപോലെയുള്ള വളരെ വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് അളക്കാനായിട്ട് ഇത്തരം ജോസഫ്സൺ ജംഗ്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് സ്ക്യുഡ്. വാട്ട് ഈസ് സ്ക്യുഡ് എന്ന് ചോദിക്കാം, അത് പഠിച്ചുകൊള്ളാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ഡു one problem, then there comes high TC and high TC superconductors, then type 1, type 2, type 3 superconductors, then there is a Neal temperature, etc. that we see in the next class. Superconductivity we continue in the next class. Thank you very much.